ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ പ്രോഗ്രാമായ ടെക്കി പോട്സിന്റെ ഫസ്റ്റ് എപ്പിസോഡായിട്ട് കണക്കാക്കാവുന്ന എപ്പിസോഡാണ്. സോ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ട്രേഡ് ട്രാവലർ അഭിജിത്തിന്റെ വീട്ടിലാണ്. സോ വന്നിട്ട് കുറച്ച് നേരമൊക്കെ ഇൻട്രോ എടുത്ത് ഞാനിങ്ങനെ നിൽക്കുകയാണ്. സാഗർ അവിടെയുണ്ട്. നിങ്ങൾക്ക് പുറകിൽ ഗ്യാരേജ് കാണുമ്പോൾ തന്നെ അറിയാം ആരുടെയാന്ന്. മുന്നേ ക്യാമറ പിടിച്ചോളൂ. ഓക്കെ, പ്രത്യേകിച്ച് ഇൻട്രോ തരേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട് നിങ്ങൾ മുഖം ഫേസ് കണ്ട് പരിചിതമുള്ള ഒരാളായിരിക്കും അഭിജിത്ത്, അല്ലേ? പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടുകാരനും കൂടെയാണ്, മാവേലിക്കര. സോ ഇന്ന് കുറച്ച് വിശേഷങ്ങൾ അറിയാം. നമ്മുടെ അവിടെ നോക്കുവാണെങ്കിൽ ഡ്രീം ഗ്യാരേജ് ആയിൽ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട്, കുറച്ച് അച്ചീവ്മെന്റ്സ് അവിടെ കിടപ്പുണ്ട്. അത് നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ കാണുന്ന വീടാണ് അഭിജിത്തിന്റെ വീട്. ആൻഡ് എന്തൊക്കെയാണ് വീടിൻ്റെ അകത്തുള്ളത്, ഒരു ഹോം ടൂർ ആൻഡ് കുറച്ച് കഥകൾ വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇതാണ് വീട്. ഇതെവിടെ? നൂറനാട് സ്ഥലം അല്ലേ? നൂറനാട്. ഞാൻ ചെട്ടുളങ്ങരയാണ്. സോ ഒരു 25 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളൂ. ഇപ്പോഴാദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന വീട് ഇതിപ്പോ റിനോവേറ്റ് ചെയ്താണോ അതോ കുറച്ച് പണികൾ ചെയ്ത പെയിന്റിംഗ് അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ? ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണോ? അല്ല, ഇവിടെ വെള്ളം കയറില്ല. അപ്പൊ നമുക്ക് വീട്ടിൽ കയറാം. നല്ല വെയിലാണ്. നട്ടുച്ച സമയത്താണ് ഞങ്ങൾ ആക്ച്വലി വന്നത്. ഹോം ടൂർ തരൂ, ഹോം ടൂർ. ഇവിടെ കയറുമ്പോ സിറ്റ് ഔട്ട്, സെറ്റപ്പ് ഉണ്ട്. അതെ 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 അതെ. പിന്നെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഹാള് കാണാം. സ്റ്റുഡിയോ ഒക്കെ മുകളിലായിരിക്കും അല്ലേ? സ്റ്റുഡിയോ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ മുകളിലായിരുന്നു. യെസ്, അപ്പൊ നമുക്ക് മെയിൻലി സ്റ്റുഡിയോ ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ മുകളിലാണ് സാമ്രാജ്യം. സൺറൂഫ് ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഇപ്പൊ വെപ്പിച്ചാണോ അത് പണ്ടുണ്ടായിരുന്നു? നോക്കി, അത് കൊള്ളാല്ലേ, നാച്ചുറൽ ലൈറ്റ്. അത് പണ്ട് വീട് പണിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ട്? വീട് പണിഞ്ഞപ്പോ അത് കൊള്ളാം, അത് കൊള്ളാം. ഓക്കെ, എന്തൊക്കെയാണ് ഇവിടെയാണ് സ്റ്റുഡിയോ? GST നമ്പർ ഒക്കെ ഫിനാൻസ് ആണ്. ഓക്കെ, ക്യൂട്ടായിട്ടുള്ള RGB ഒക്കെ ഉണ്ട്. അടിപൊളി. അപ്പൊ ഇവിടെ ഇരുന്നാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് വീഡിയോ കാണുന്ന ബാക്ക്ഗ്രൗണ്ടും. അല്ലാതെ ഗ്രീൻ സ്ക്രീൻ ആണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അങ്ങനെയാണല്ലോ? ഫുൾ ഗ്രീൻ സ്ക്രീൻ ആയിരിക്കും. പിന്നെ ഇവിടെയും ഷൂട്ട് ചെയ്യാറുണ്ട്, ഓപ്പോസിറ്റ് ഷൂട്ട് ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെ. ക്യാമറ, കീ ലൈറ്റ് ആൻഡ് ഇവിടെ നമ്മൾ നേരത്തെ ഞാൻ തന്നെ ആയിരുന്നു എഡിറ്റിംഗ് പരിപാടിയൊക്കെ. ബട്ട് ഇപ്പോൾ നമ്മൾ ടീമിനെ വെച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുണ്ട്, എഡിറ്റ് ചെയ്യാൻ ടീമാണ്. വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കും. അത് ഇവിടെ വരും? അല്ല, അയച്ചു കൊടുക്കും. അപ്പൊ ഇപ്പൊ എങ്ങനെയാ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? പരിപാടികളൊക്കെ ഉഷാറായിട്ട് പോകുന്നു. ഓഡിയൻസിന്റെ ഒക്കെ സപ്പോർട്ട് കാരണം നന്നായിട്ട് പോകുന്നു. മെയിൻലി ഫിനാൻസ് കണ്ടന്റ് ചെയ്തോണ്ടിരിക്കുന്നത്, പ്ലസ് ടെക്, ചെറുതായിട്ട് ടെക് അല്ല എന്നാലും ഫൈനാൻസ് പണ്ട് തൊട്ടേ എങ്ങനെയായിരുന്നു? അങ്ങനെയാണ് ഫസ്റ്റ് തുടങ്ങുന്ന തൊട്ട്. ഓക്കെ, ഏത് വർഷം ശരിക്കും തുടങ്ങി? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 3 വർഷമായിട്ടുണ്ട്. 3 വർഷമായി. 2021. 2021 തുടങ്ങി. കൊറോണയും കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് തുടങ്ങിയപ്പോൾ. അതെ. അത് തുടങ്ങാനുള്ള പ്രചോദനം കേൾക്കട്ടെ. പ്രചോദനം ഞാൻ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു 2019 ഞാൻ ട്രേഡ് ട്രാവലർ അഭിജിത്ത്. ഓക്കെ, അതിനകത്ത് ട്രാവൽ ഉണ്ട്. ഞാൻ ട്രാവൽ വ്ലോഗ്സ് ചെയ്തിരുന്നു. അപ്പൊ അന്ന് അതങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല. ഓക്കെ, കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തു. ആൻഡ് അന്ന് ഭയങ്കര എക്സ്പെൻസ് ആണ് നമുക്ക് വീഡിയോസ് ചെയ്യുന്നത്. ആൻഡ് ലീഡിങ് കുറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. സോ നമുക്കത് അന്നത് പിന്നെ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ട് അത് കുറച്ച് സമയം ഒന്ന് പോസ്റ്റ് ചെയ്ത് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ദെൻ എനിക്ക് മനസ്സിലായി കോണ്ടന്റ് ക്രിയേഷനിൽ വരണമെങ്കിൽ സംതിങ് ന്യൂ, അല്ലെങ്കിൽ ഉള്ളതിനെ പുതുക്കിയൊരു സാധനം. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അന്ന് ആരും ഫൈനാൻസ് വീഡിയോസ് ഒന്നും ഇടുന്നില്ല. മൈ മെന്റർ ആൻഡ് നമ്മൾ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഷാരിക്ക് മാത്രമാണ് അന്ന് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ വിചാരിച്ചു ഷാരിക്ക് അതിൽ ഷോർട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല, ഓൺലി ലോങ് ഫോം വീഡിയോസ് ആണ്. അപ്പൊ ഞാൻ വെച്ച് ഷോർട്സ് നോക്കാം. അങ്ങനെ ഞാൻ നോക്കി, ഷോർട്സ് വീഡിയോസ് ഒക്കെ നോക്കി, ഡബിൾ ക്യാരക്ടർ കൊടുത്തു. സിംഗിൾ ക്യാരക്ടർ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു. സോ ഞാൻ 2 ക്യാരക്ടർ കൊടുത്തിട്ട് കോൺവെർസേഷൻ ആയിട്ട് തുടങ്ങി. ബട്ട് എനിക്ക് തോന്നുന്നു സെക്കൻഡ് വീഡിയോ തന്നെ 5 lakh plus ക്രോസ് ചെയ്തു. ഏത് പ്ലാറ്റ്ഫോമില്? ഇൻസ്റ്റാഗ്രാം. യൂട്യൂബിലും സെക്കൻഡ് വീഡിയോ തൊട്ടേ നമുക്ക് വ്യൂസ് ജനറേറ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ അറിയാമല്ലോ, ആ ഒരു അൽഗോരിതം അനുസരിച്ച് 3, 4, 5 വീഡിയോ എല്ലാ വീഡിയോ, പിന്നെ 4, 5ാമത്തെ വീഡിയോ തന്നെ 1 million ആയി. 1 million ആയി. അതിന്റെ കൂടെ ഫോളോവേഴ്സും എനിക്ക് ഡെയിലി 10,000, 15-20K ഒക്കെ ഫോളോവേഴ്സ് കയറുമായിരുന്നു. ഇപ്പൊ അറൗണ്ട് 9 ലക്ഷത്തി എത്രയായി? 65,000. ഓക്കെ, അപ്പൊ ഇനി ഒരു 35,000 ഉണ്ടെങ്കിൽ 1 million. യൂട്യൂബില് 4 ലക്ഷം അല്ലേ? 4 ലക്ഷത്തി ഏകദേശം 5 ലക്ഷം ആവും. ഓക്കെ, അപ്പൊ ഇനിയും പക്ഷെ യൂട്യൂബിലായിരുന്നു 1 million എങ്കിൽ ഇപ്പൊ സിൽവർ പ്ലേ ബട്ടൺ ആദ്യത്തെ ആ ഒരു കാറ്റഗറി വരുന്ന സിൽവർ പ്ലേ ബട്ടൺ ആണ്. ഇപ്പം ഈ പ്ലേ ബട്ടൺ ചെറുതാക്കി എനിക്ക് കിട്ടിയപ്പോ കുറച്ചുകൂടെ ചെറുതായി. അല്ല, കുറച്ചുകൂടെ ചെറുതായില്ലേ? കുറച്ചുകൂടെ ചെറുതായി. ഇതിപ്പോ വലുതാ. ഇതിപ്പം ഈ ഒരു ബാച്ചാന്ന് തോന്നുന്നു. 1.5 വർഷമായിട്ട് ചെറുതാ. ഓക്കെ, അപ്പോ യെസ്, അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങൾ.
ഹോപ്പ്ഫുള്ളി തൂക്കാൻ പറ്റട്ട ഒരു ഗോൾഡ് കൂടെ. ഇനി ഒരു സ്റ്റുഡിയോ ടൂർ ഒരു ക്യുക്ക് സ്റ്റുഡിയോ ടൂർ അവിടെ ഒരാളുടെ കയ്യിൽ നിന്ന് അവാർഡൊക്കെ മേടിക്കുന്നത് ആ സമയത്ത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഓർമ്മയുണ്ടോ? എക്സാക്ട്ലി. അതാരാ ഇത്? നമ്മുടെ ഹണി റോസിന്റെ അവാർഡ് മേടിക്കുന്ന നമ്മൾ എവിടെ വെച്ചായിരുന്നു? അങ്കമാലി വെച്ചിട്ട്. അങ്കമാലി അഡിലക്സ് വെച്ചിട്ട് ബ്രാൻഡ് സ്റ്റോറീസ് കണ്ടക്ട് ചെയ്യുന്ന അല്ലേ? അന്ന് ബെസ്റ്റ് ഫിനാൻസ് ക്രിയേറ്റർ. അതിന്റെ തലേ വർഷം എനിക്ക് തോന്നുന്നു ഷാരിഖ് ഷംസുദ്ദീൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വർഷം എനിക്കായിരുന്നു. ഭയങ്കര സന്തോഷം. അല്ല അന്നാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഫസ്റ്റ് അവാർഡ് ഇതാണെന്ന് തോന്നുന്നു. യെസ്, എന്റെ ഫസ്റ്റ് അവാർഡ് അതും ബ്രാൻഡ് സ്റ്റോറീസിന്റെ തന്നെ. യെസ്, ബ്രാൻഡ് സ്റ്റോറീസ്. പിന്നെ എന്തൊക്കെ കിട്ടിയിട്ടുള്ളത്? കുറെ സാധനങ്ങളുണ്ട് താഴെ വെച്ചിരിക്കും. ഇവിടെ സ്ഥലമില്ല, ഹാളില് കുറെ വെച്ചിട്ടുണ്ട്. അതൊരു ഫാം ട്രിപ്പിന്റെ നമ്മുടെ യൂട്യൂബ് ഷോർട്സ് വന്നതിന്റെ ഇത് റാൻഡം എന്തോ. പിന്നെ നമ്മുടെ റോയൽ ഇങ്ങനെയായിരുന്നല്ലേ ചെറിയ സാധനം. യെസ്, ഇത് നമ്മുടെ റിക്കി റൗച്ചർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു സാധനമാണ്. ഫ്രെയിം അതൊക്കെ തന്നെ. പിന്നെ നമ്മുടെ എഡിറ്റിംഗ് സെറ്റപ്പ് എന്തൊക്കെയാ സാധനങ്ങൾ? ഒരു മാക്ബുക്ക് ഉണ്ട്, പിന്നെ ഒരു വിൻഡോസ് ഉണ്ട്. അറിയാലോ മാക്ബുക്ക് സപ്പോർട്ട് ആവാത്തൊക്കെ ഇതില്. മോഡല് ഇത് M2 ഐ തിങ്ക്, എയർ. പിന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾക്ക് ഒരു HP യുടെ ഒരു ഇങ്ക്ജെറ്റ് പ്രിന്റർ ഉണ്ട്. സ്റ്റുഡിയോയിൽ പ്രിന്റർ ഇതായോണ്ട് ഫിനാൻസ് പരിപാടികളായോണ്ട് അതുകൊണ്ട് നമുക്കൊരു പ്രിന്റർ വേണം അത്യാവശ്യം ആയതുകൊണ്ട്. ഇതൊക്കെ തന്നെയാണ് മെയിൻലി സ്റ്റുഡിയോ ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ സാംസങ്ങിന്റെ AC കാണാം. അതെ, സോണിയുടെ ഇതാണല്ലേ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ. ഇതിനകത്ത് റീൽ ഷൂട്ട് ചെയ്യുന്നത് ആൽഫ സീരീസ് A7C. ഇതിപ്പോ എടുത്താണോ അതോ? അല്ലല്ലോ, എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ തുടങ്ങുന്ന ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒബ്വിയസ്ലി എല്ലാരെ പോലെ. ദെൻ ഒരു 8 months കഴിഞ്ഞപ്പോ 7-8 months കഴിഞ്ഞപ്പോ അപ്ഗ്രേഡ് ചെയ്ത് ക്യാമറയിലേക്ക് പോകും. ലൈറ്റ് ഇത് കീ ലൈറ്റ് ഗോഡക്സിന്റെ ഒരു കീ ലൈറ്റ് ആണ്. ഗോഡക്സിന്റെ SL60 തുടക്ക സമയത്ത് മേടിച്ചാ ഇതിന്റെ കൂടെ വാങ്ങിച്ചാണ്. ക്യാമറയിലോട്ട് അപ്ഗ്രേഡ് ചെയ്തപ്പോ നമുക്ക് ഒബ്വിയസ്ലി ലൈറ്റ് വേണം, അങ്ങനെ ലൈറ്റ് വാങ്ങി. അത് തന്നെ. ഇത് മറ്റേ ക്യാരക്ടർ ചെയ്യുന്ന സാധനം അത് മുകളില് നമുക്ക് കളയാൻ തോന്നുന്നില്ലല്ലോ. ഞാൻ ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ട്. അത് നോക്കുമ്പോ നമുക്ക് നമ്മൾ മേടിച്ചിട്ടുള്ള സാധനങ്ങളും നമ്മൾ മേടിച്ചിട്ടുള്ള ഫോണും യൂട്യൂബിന്റെ തൊപ്പിയും ഇവിടെ അല്ലാത്ത വീഡിയോസ് ഷൂട്ട് ചെയ്യും. ഓക്കെ, ഇനി മുകളിൽ ഹോം ടൂർ ബാക്കി എന്തൊക്കെയാ നോക്കട്ടെ. അപ്പൊ ഇത് രണ്ടാമത് എക്സ്റ്റെൻഡ് ചെയ്ത് പണിഞ്ഞാണോ? ഇത് മേളിൽ ഹാൾ ഉണ്ടായിട്ട്? അല്ല, ഹാൾ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗ്സ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗ്സ് പണിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മൊത്തത്തിൽ ഒന്ന് മാറ്റിയെടുത്തു, റെനോവേറ്റ് ചെയ്ത് പുതുക്കി. ഒന്ന് പുതുക്കി. ഇവിടെ ഹൈസെൻസ് ആയിരിക്കില്ല. അത് സംഭവം അന്ന് പ്ലേ സ്റ്റേഷൻ വാങ്ങിയപ്പോ എനിക്ക് തോന്നുന്നു ഗെയിമിംഗ് ഏറ്റവും കൂടുതൽ സാധനം നല്ല മോഷൻ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ഇങ്ങെടുത്ത് ഞാൻ ചോദിച്ചു വാങ്ങിച്ച TV ആണ്. ഗെയിമിംഗ് TV എന്ന് പറഞ്ഞ പ്രൊമോട്ട് ചെയ്ത സാധനം. അതെ, പ്രൊമോട്ട് ചെയ്ത സാധനം. ബട്ട് നൈസ് ആണ്, അടിപൊളിയാണ്. പ്ലേ സ്റ്റേഷൻ മേടിച്ചപ്പോൾ ഉള്ള കളികളുള്ളത് ഇപ്പോഴും കളിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഇല്ല. എല്ലാരും അങ്ങനെ ഉണ്ടായിട്ട് കളിക്കുന്നില്ല. പ്ലേ സ്റ്റേഷൻ നമ്മളൊരു കുറച്ച് ദിവസം കളിക്കും, പിന്നെ അതിനകത്ത് വെക്കും. പിന്നെ തൊട്ടിട്ടില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഉറപ്പായിട്ടും. പിന്നെന്തൊക്കെയാ ഇവിടെ ഒരു ബോട്ടിന്റെ ഒരു സൗണ്ട് ബാറും സൗണ്ട് സിസ്റ്റം ഇരിപ്പുണ്ട്. യെസ്, അതാണ് ഈ മുകളിലാണ് അപ്പൊ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. താഴോട്ട് അങ്ങനെ കഴിക്കാൻ മാത്രമേ ഇടയ്ക്കല്ല എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ. ആൻഡ് ഇത് ബെഡ്റൂം. ബെഡ്റൂമിൽ AC കൊള്ളാം അല്ലേ? നമ്മുടെ ലോയിഡിന്റെ ഒരു സാധനം, മറ്റേ ലൈറ്റ് ഒക്കെ ലൈറ്റ് ഒക്കെ ഉള്ള സാധനം. ഹേ ലോയിഡ്, ടേൺ ഓൺ. അതിനകത്തുണ്ടല്ലേ? യെസ്, അതിനകത്ത് വോയിസ് ഒക്കെ ഉണ്ട്. പിന്നെ മറ്റേ ലൈറ്റ്സ് സെറ്റപ്പ് പരിപാടികളൊക്കെയാണ്. നമുക്ക് ഫോണിൽ കൺട്രോൾ ചെയ്യാം. ഇഫ് നമ്മൾ വീട്ടിലില്ലെങ്കിൽ പോലും അങ്ങനെ കുറെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി സാധനം. നോർമൽ AC കാർഡ് നല്ല എക്സ്പെൻസ്, കുറച്ചുകൂടെ എക്സ്പെൻസ് ഉണ്ട്. ഇതിന് എനിക്ക് തോന്നുന്നു 60,000 വരുന്നുണ്ട്. 5 സ്റ്റാർ 1.5. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ വരുന്നത്? വോയിസ് കമാൻഡ് വരുന്നുണ്ട്, വോയിസ് കമാൻഡ് ആപ്ലിക്കേഷനിൽ കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ അലക്സയുടെ ആവശ്യമില്ല, അല്ലാതെ ഇതിന്റെ വോയിസ് കമാൻഡ് ലാലേട്ടൻ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഞാൻ എവിടെ ഇതിന്റെ പരസ്യം എങ്ങനെ ലോയിഡ് ലാലേട്ടന്റെ ഏതാ മെത്ത? ഇത് ഇവിടെ റോയൽ ഓക്കിലെ. സോഫ്റ്റ് കൊള്ളാല്ലേ? ഇവിടെ റിക്ലൈനർ സോഫയൊക്കെ ഉണ്ടല്ലോ. യെസ്. അല്ല, ഈ ബെഡ്റൂമിൽ അപ്പൊ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന ബെഡ്റൂമിലാണോ? ഞാൻ സ്പെൻഡ് ചെയ്യും. ബുക്സ് ഒക്കെ വായിക്കുമ്പോ അവിടെ എന്തൊക്കെയോ ബുക്കൊക്കെ ഇരിക്കുന്നു. ഞാൻ കുറെ നാളെ വായിക്കണം എന്ന് വിചാരിച്ച ബുക്ക്, പക്ഷെ ഉറപ്പായിട്ട് വായിക്കണം. എല്ലാരും പറയുന്നുണ്ട് വായിക്കുമ്പോൾ ഭയങ്കര മോട്ടിവേഷൻ കിട്ടും, പക്ഷെ ഇതുവരെ വായിക്കാൻ പറ്റിയിട്ടില്ല. വായനശീലം ഇല്ല എനിക്ക്. വായനശീലം ഇല്ല. തുടങ്ങണം. കുറച്ച് സാധനങ്ങളൊക്കെ വായിച്ചു തുടങ്ങണം. ഞാൻ അങ്ങനെ എക്സ്ട്രീം റീഡർ ഒന്നും അല്ല. ഇത് രണ്ടും ഒരു വർഷം മേടിച്ച വണ്ടി അല്ലേ? രണ്ടും എത്ര മാസം ഡിഫറൻസിലാണ് മേടിച്ചത്? ഒരു 7-8 months.
7-8 months. അടുത്ത എപ്പിസോഡ് ഈ വണ്ടിയുടെ വിശേഷങ്ങളായിരിക്കും. സ്റ്റേ ട്യൂൺ. അതിൽ എനിക്ക് വണ്ടി മേടിച്ച കഥകളൊക്കെ അറിയണം. അത് എവിടെ ഇരിക്കട്ടെ. ആൻഡ് അതുപോലെ താഴെ ഗ്യാരേജിൽ കിടക്കുന്ന വണ്ടിയുടെ എന്തോ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്ന് ഓക്കെ താറ്, ഒന്ന് അതെനിക്കൊരാൾ ഗിഫ്റ്റ് ചെയ്താ. പക്ഷെ ആണ്. ഒന്ന് പോർഷയും ഒന്ന് താറും. 5 ഡോറിന് നീളമുള്ള 3 ഡോർ. ഓക്കെ. ആൻഡ് ഇതൊക്കെയാണ്. ഇവിടെ ഒരു ഫ്രെയിം ഒക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ ഇത് പൈസ മയമാണ്. എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നുള്ള സാധനമാണ്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സംസാരിക്കാം. അങ്ങോട്ട് ഇരുന്നു. ഈ ഫിനാൻസ് കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ് ഇടാനുള്ള പ്രചോദനം എന്താ? ഒബ്വിയസ്ലി എനിക്ക് ഫൈനാൻസ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ താല്പര്യമാണ്. എനിക്കൊന്ന് +1 +2 തൊട്ടേ അതൊക്കെ താല്പര്യമാണ്. അതിനെപ്പറ്റിയൊക്കെ റിസർച്ച് ചെയ്യാറുണ്ട്. പക്ഷെ അന്ന് നമ്മളിതൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്തോ തട്ടിപ്പ് സാധനം, ട്രേഡ്, പൈസ പോകുന്ന എന്തോ ഏർപ്പാട്. അപ്പോൾ അപ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നു, പഠിച്ചത് കൊണ്ടായിരിക്കും, എനിക്കറിയായിരുന്നു എന്താണ് കാര്യം എന്നുള്ളത്. എങ്ങനെ ഇതൊക്കെ പഠിച്ചെങ്ങനെ? ഒബ്വിയസ്ലി നമ്മൾ ഇന്റർനെറ്റിൽ നോക്കി തന്നെ പഠിച്ചിട്ടുണ്ട്. അന്ന് കുറെ എനിക്ക് തോന്നുന്നു കേരളത്തിലൊന്നും ആരും വീഡിയോസ് ചെയ്തില്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. CA രചന പോലുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ അതൊക്കെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു, ആർട്ടിക്കിൾസ്, ന്യൂസ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പഠിച്ചു. ആൻഡ് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ വീഡിയോസ് ചെയ്യണമെന്ന്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മലയാളി ഓഡിയൻസ് ഇതിനെ സ്വീകരിക്കുമെന്ന്. പക്ഷെ ഫൈനാൻസ് പോലത്തെ ഒരു സാധനം എപ്പോഴും എന്റർടൈൻമെന്റിന് പ്രാധാന്യം കൊടുക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഫൈനാൻസ് പോലത്തെ ഒരു സാധനം ഇടുമ്പോൾ അതിനകത്ത് റിസ്ക് ഉണ്ട്, വ്യൂസ് കിട്ടും എന്നൊക്കെ ഉള്ള ഭയങ്കര കൺസേൺസ് ഉണ്ടായിരുന്നു. പക്ഷേ ഹോപ്പ്ഫുള്ളി അവരത് എടുത്തു. അത് മേ ബി ഞാനത് ചെയ്യുന്നതിനകത്ത് കുറച്ച് എക്സ്ട്രാ. ഇപ്പൊ ആൾക്കാർ വിചാരിക്കും കമന്റ് വരും, ഇവനിങ്ങനെ സംസാരിക്കാൻ അറിയാല്ലേ. എപ്പോഴും ഈ കമന്റ് ബോക്സിലുണ്ട് ഇവനൊന്നും അലക്കാതെ കമന്റിൽ ഇങ്ങനെ കമന്റിൽ ഒരുപോലെ വരും. കാരണം ഞങ്ങള് വീഡിയോ എടുക്കുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെയൊക്കെ എനർജി വെളിയിൽ വരുന്നത് പറ്റുന്നില്ല, നോർമലായിട്ട് എടുക്കാൻ പറ്റും. അലച്ചു കൂയി ഒരു വീഡിയോ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഡെഡ് ആവും. ആ രീതിയിൽ പക്ഷെ 1 മിനിറ്റേ കാണത്തുള്ളായിരിക്കും. പക്ഷെ നമ്മളൊരു 10 ടേക്ക് പോയ ഒരു വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മള് അതാണ് അവസ്ഥ. അല്ല പക്ഷെ അങ്ങനെ പ്രസന്റ് ചെയ്താലേ മേ ബി അന്ന് തുടക്കകാലത്ത് നമ്മൾ അത് അങ്ങനെ പ്രസന്റേഷൻ രീതി കൊണ്ടാണ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തത്. ഇല്ലായിരുന്നെങ്കിൽ സൈഡിൽ കൂടെ സ്ക്രോൾ ചെയ്ത പോലെ മോർ ദാൻ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോക്ക് പകരം അതൊരു എന്റർടൈൻമെന്റും കൂടി ആഡ് ചെയ്തപ്പോഴാണ് അതൊന്ന് സെറ്റ് ആയത്. ഇൻഫോർടൈൻമെന്റ് കറക്റ്റ്. അല്ല അപ്പൊ ഇതാണ് എന്റെ നീഷ് എന്ന് ഉറപ്പിച്ചത് ആൾക്കാർ ഇത് ഏറ്റെടുത്തതിന് ശേഷം? അല്ല, ഒരിക്കലും അല്ല. അതിന് മുന്നേ തന്നെ എനിക്കറിയാം. ഇപ്പൊ ഞാൻ ട്രാവൽ തുടങ്ങിയ സമയത്ത് എനിക്കൊരു പ്ലാൻ എയും ബി ഉള്ളായിരുന്നു. ട്രേഡ് ട്രാവലർ അഭിജിത്ത്. ഒന്നെങ്കിൽ ട്രാവൽ വീഡിയോസിൽ അടിപൊളി ആവണം, ഇല്ലെങ്കിൽ ഫൈനാൻസ്, ട്രേഡ്, സംതിങ് അങ്ങനെ എന്തെങ്കിലും ഇതാവും. പക്ഷെ അതൊരു യുണീക്ക് ആയിരുന്നു. തീർച്ചയായിട്ടും സമയത്ത് നല്ലപോലെ ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം ട്രാവൽ നോക്കി, നടന്നില്ല. ആൻഡ് ദെൻ സ്വിച്ച് ടു ഫൈനാൻസ് വീഡിയോസ്. പക്ഷെ ഹോപ്പ്ഫുള്ളി നടന്നു. ഓക്കെ. അപ്പൊ ആദ്യം തുടങ്ങുന്നത് ഇൻസ്റ്റാഗ്രാം. അത് 2021 അല്ല എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി. അത് ട്രാവൽ വീഡിയോസ് ഇടുന്നുണ്ട് 2019-20. 2021 അന്ന് പഠിക്കുമായിരുന്നു. അന്ന് ഞാൻ പഠിക്കുക. എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു ഡിഗ്രി. അപ്പൊ അത് കഴിഞ്ഞിട്ട് BBA എടുത്തു. എവിടെയാ പഠിച്ചത്? ഞാൻ IHID അടൂർ. അടൂരിൽ പഠിച്ച അല്ല, ഞാൻ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു +2 കഴിഞ്ഞിട്ട് ഞാൻ ഒരു 1 ഇയർ ബാംഗ്ലൂർ പോയി LLB പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹമായിട്ട് ചെന്ന് കയറി കൊടുത്തു. എന്നിട്ട് പിന്നെ പതുക്കെ അടുത്ത ബസ്സിന് പോകുന്നു. അത് ആഴ്ച ഞാൻ ബസ്സിന് തിരിച്ച് നാട്ടിൽ വരും. വീട്ടുകാർ പറഞ്ഞു എന്തിനാ പോണേ, ലാഭം ഇവിടെ നിൽക്കേ. അപ്പൊ അങ്ങനെയാണ്. അല്ല വീട്ടില് തുടക്ക സമയത്ത് എന്തായാലും ഓഫ് കോഴ്സ് വീട്ടുകാർക്ക് എങ്ങനെയായിരുന്നു? സമ്മതമായിരുന്നു? വെച്ച് കഴിഞ്ഞാൽ മേ ബി തഴഞ്ഞാണോ എനിക്കറിയില്ല. അങ്ങനെയല്ല, ലൈക്ക് എന്നെ എതിർക്കാറില്ല. ഇപ്പൊ പഠിക്കുന്ന എതിർക്കാറില്ല. അതേനോ അങ്ങനെ അത്ര മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ടായിരിക്കും എന്നെ എതിർത്തിട്ടില്ല. ചെയ്യട്ടെ, കൈൻഡ് ഓഫ് ചെയ്തോട്ടെ. കാരണം ഡിഗ്രി പഠിക്കും ആ സമയത്ത്. അപ്പം അവൻ പഠിച്ചോളും, ജയിക്കുമായിരിക്കും എന്നുള്ളൊരു മൈൻഡ്. കാരണം 10 +2 അത്യാവശ്യം മോശമില്ലാത്ത മാർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് വീട്ടുകാർക്ക് അങ്ങനെ ഒരു കൺസേൺ ഇല്ല. ആൻഡ് പിന്നെ നമുക്ക് പെട്ടെന്ന് റാപ്പിഡ് ഗ്രോത്ത് കിട്ടിയത് കൊണ്ട് അവർക്ക് കൺഫ്യൂസ് ആവേണ്ട ഒരു ആവശ്യം. എനിക്ക് തോന്നുന്നു കറക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം 3 വർഷം മുന്നെന്ന് പറയുമ്പോൾ എത്രയായി? 21 കറക്റ്റ്. 21 ഞാൻ പറഞ്ഞല്ലോ ഒരു 1 മന്തിൽ തന്നെ റിസൾട്ട് വന്നു. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയി. ഇൻകം വന്നു എന്നല്ലെങ്കിൽ ഇൻകം വന്നില്ല. ഇൻകം എനിക്ക് തോന്നുന്നു ഒരു 4-മത്തെയോ 5-മത്തെ മാസം വരുന്നത്. 3 കാരണം ഇപ്പൊ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു 100K പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കൊളാബ് ഉള്ളു. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് 100K കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫസ്റ്റ് കൊളാബ് ചെയ്യുന്നത്. യെസ്. പക്ഷെ 100Kയിലോട്ട് എത്തിയത് 1 മന്തിലെങ്ങാണ്. അതെ, കൊളാബ് കിട്ടും. എക്സാക്ട്ലി ഒരു 5K ഉണ്ടെങ്കിൽ കൊളാബ് കിട്ടും. ചെറിയ എമൗണ്ട് ആണെന്നേ ഉള്ളൂ. അന്ന് അങ്ങനെ ബ്രാൻഡ് തള്ളിക്കളയും. അന്ന് ലീഡിംഗ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ മതി. ഇപ്പോഴാണ് ഈ അങ്ങനെയൊക്കെ വന്നതും ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയതും അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയത് ഇപ്പോഴാണ്.
അത് കൊള്ളാം. അല്ല അപ്പൊ വീട്ടില് സമ്മതമായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പ്രശ്നമില്ല. നമ്മൾ വീട്ടിൽ കിടന്ന് അലച്ചു ഹലോ ഗായ്സ് വീഡിയോ എന്ന് പറയുമ്പോഴേ എന്താ പറയാ നീ കാണിക്കുക അങ്ങനൊന്നും ഒന്നുമില്ല. ഞാൻ രാത്രിയിലായിരിക്കും വീഡിയോ എടുക്കുന്നത്. ആ സമയത്ത് രാത്രി ഉറങ്ങി കിടക്കുന്ന സമയത്താ മേ ബി ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി ആ സമയത്ത് എനിക്ക് ഇപ്പോഴും താഴത്തെ റൂമിൽ വെച്ചിട്ടായിരുന്നു. അവിടെ മറക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരു ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്ത് ഐഫോണിൽ ഫസ്റ്റ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ. അന്ന് ഗ്രീൻ സ്ക്രീൻ പോലും ഇല്ല. ഐ തിങ്ക് ഇല്ല. ഓള് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തതാണ് ഞാൻ. ഏതോ മൊബൈലിൽ ഏതോ സോഫ്റ്റ്വെയർ വെച്ച്. അന്ന് മൊബൈലിൽ തന്നെ എഡിറ്റിംഗ് എല്ലാം അതിനകത്ത് മൊബൈലിൽ തന്നെ അതേപോലെ തന്നെ നോർമൽ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഇൻകം കിട്ടുന്നത് തുടങ്ങി കഴിഞ്ഞ 5 മാസം കഴിഞ്ഞിട്ട് ആ ഫസ്റ്റ് ഇൻകം വെച്ചിട്ട് എന്താ ചെയ്തത്? എത്രയായിരുന്നു ഫസ്റ്റ് ഇൻകം ഓർക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു യൂട്യൂബ് ആണോ കൊളാബ് ആദ്യം കിട്ടിയത്? ഫസ്റ്റ് ഒരു കൊളാബ് ചെയ്യുന്നത് ഫസ്റ്റ് കമ്പനി എന്ന് പറയുന്ന അവരുടെ പേരും അങ്ങനെയാണ്, ഫസ്റ്റ് കമ്പനി. അങ്ങനെ ഒരു അവരൊരു ബ്രാൻഡ്. എനിക്ക് തോന്നുന്നു ബ്രാൻഡുകൾക്ക് വേണ്ട സപ്പോർട്ട്, ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനത്തെ ഒരു ബ്രാൻഡ് ഫസ്റ്റ് കൊളാബ് തന്നു. എനിക്ക് തോന്നുന്നത് എത്രയായിരുന്നു എമൗണ്ട്? 25K 20 അങ്ങനെ ആ ഒരു റേഞ്ചിലുള്ള എമൗണ്ട്. യൂട്യൂബ് ഇൻസ്റ്റയും കൂടെ ഇൻസ്റ്റാഗ്രാം ആയിരുന്നു തോന്നുന്നു. ഇൻസ്റ്റാഗ്രാം. അങ്ങനെ അതാണ് എന്റെ ആ പൈസ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒബ്വിയസ്ലി ഞാൻ തോന്നുന്നു. അല്ല അങ്ങനെ ഒരു 25K ആദ്യമായിട്ട് എനിക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അല്ല അന്ന് കിട്ടിയപ്പോ എന്തായിരുന്നു തോന്നി? ആ 25K ഒരുപാട് സന്തോഷം. അതായത് പ്രതീക്ഷിച്ചിരുന്നു അത്രയൊക്കെ കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചായിരുന്നു കോട്ട് ചെയ്തത്? അങ്ങനൊന്നും ഇല്ല. അല്ല, കോട്ട് ചെയ്ത് അങ്ങനൊന്നും അല്ല പ്രതീക്ഷിച്ച. എനിക്ക് തോന്നുന്നു 2 വീഡിയോസും 3 വീഡിയോസും കണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര വീഡിയോസ് അങ്ങനെ, അതുകൊണ്ട് അത്ര പേയ്മെന്റ് വന്നേ. അപ്പൊ അങ്ങനെ അടിപൊളിയായി. എന്റെ അത് കിട്ടിയിട്ട് ഈ വേണ്ട സാധനങ്ങൾ ട്രൈപോഡ് കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു. അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. എനിക്ക് അറിയില്ലല്ലോ ഇത് ക്ലച്ച് പിടിക്കുക എന്നുള്ളത്, അതുകൊണ്ട് അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഇട്ടിട്ടില്ല. അപ്പൊ അത് കണ്ടപ്പോ വീട്ടുകാരെന്ത് പറഞ്ഞു? സന്തോഷം മാത്രമേ ഉള്ളൂ. ഒബ്വിയസ്ലി സംശയം ചോദിച്ചു എവിടെ ഇല്ല അങ്ങനെയുള്ള ഇല്ല. ഇതായിരുന്നു ഓക്കെ ആയിരുന്നു. ഓക്കെ. എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ട്രേഡിംഗ് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ട്രേഡിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ. അത് ഏത് വർഷം തുടങ്ങി? എനിക്ക് തോന്നുന്നു അത് ഞാൻ എന്റെ +2 ആ ടൈമിൽ ട്രേഡിംഗ് ഒക്കെ ചെറുതായിട്ട് ചെയ്യുന്നു. അപ്പൊ ട്രേഡിംഗ് തെളിഞ്ഞു കഴിഞ്ഞിട്ടാണ് കോണ്ടന്റ് ക്രിയേഷനിൽ സെറ്റ് ആയത്. സോ അപ്പൊ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടായിരുന്നു. ഇതിലൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ലെന്നുള്ളൂ. കാരണം എനിക്ക് അറിയത്തില്ല. ഒരു ഫോൺ മേ ബി എന്തൊക്കെ ഇപ്പൊ സാധനങ്ങൾ കുറെ ക്യാമറയും വാങ്ങിച്ച് കുറെ ഗജറ്റ്സ് വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കയ്യിലുള്ള മിനിമം റിസോഴ്സിൽ നിന്ന് മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്തെടുക്കുക എന്നുള്ള ഔട്ട്പുട്ട് എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഞാൻ ഇട്ടില്ല. കയ്യിൽ നിന്നൊന്നും പൈസ ഇറക്കേണ്ടി വന്നില്ല. ഇത് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നോക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ട്രേഡിംഗിൽ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട്. ഒബ്വിയസ്ലി അത്യാവശ്യം കോളേജ് പഠിക്കുന്ന സ്കൂൾ സമയത്തൊക്കെ എന്റെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ പോയിട്ടുണ്ട് ട്രേഡിംഗിൽ. അത് ഞാൻ തുറന്നു പറയുന്നത് എല്ലാവരും ഞാൻ പറയുന്ന. ഓക്കെ. അപ്പം ട്രേഡിംഗിന് ഒരു കയറ്റവും ഇറക്കവും എല്ലാം ഉറപ്പായിട്ടും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ആദ്യത്തെ വണ്ടി ഞാൻ വാങ്ങുന്നത് 2019. എനിക്കന്ന് ലൈസൻസ് ഇല്ല. ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് എന്റെ i20 ആദ്യത്തെ വണ്ടി ഞാൻ റെഡ് ഞാൻ വാങ്ങുന്നത്. അത് സ്വന്തം പൈസക്ക് മേടിച്ച? അത് സ്വന്തം പൈസക്ക് ഫുൾ എമൗണ്ട് ഒന്നും അല്ല, EMI എടുത്തിട്ട് അങ്ങനെ എടുത്ത് എന്റെ സ്വന്തം വണ്ടി, സ്വന്തം പൈസക്ക് എടുത്ത വണ്ടിയാണ്. ഓക്കെ. അത് ട്രേഡിംഗിന്റെ ഫുൾ ട്രേഡിംഗ് എമൗണ്ട് തന്നെ? ഞാൻ അന്ന് ട്രേഡിംഗിന്റെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ എന്തൂസിയാസം മുതൽ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കുറച്ച് ക്യാഷ് ഒക്കെ ഉണ്ടാക്കി. അപ്പൊ ട്രേഡിംഗിൽ ആദ്യം ട്രേഡിംഗിന്റെ ഒരു ബേസിക് പറയുകയാണെങ്കിൽ എങ്ങനെയാ അതിന്റെ പരിപാടി? എനിക്ക് ബേസിക് അങ്ങനെ കറക്റ്റ് ആയിട്ട് SIP കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പല വഴികളുണ്ടല്ലോ. ഈ പോസ്റ്റ് ഓഫീസിന്റെ സ്കീമുകളുണ്ട്. അതിൽ ഏതാണ് ഏറ്റവും ബെറ്റർ ആൻഡ് എഫിഷ്യന്റ്? അതിനകത്തൊരു മെയിൻ തിങ് എന്ന് വെച്ചാൽ ട്രേഡിംഗും ഇൻവെസ്റ്റ്മെന്റ് രണ്ടാ. ഓക്കെ. ട്രേഡിംഗ് ഈ സംതിങ് ലൈക്ക് അതൊരു ബിസിനസ് ആണ്. ഒരു ഡെയിലി ഒരു വരുമാനം ജനറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഇരുന്ന് സിസ്റ്റത്തിന്റെ മുന്നിൽ ഇരുന്ന് ചെയ്യേണ്ട ഒരു സെറ്റപ്പാണ് ട്രേഡിംഗ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനല്ല. നമ്മൾ ഒരു ജോലിക്ക് പോയിട്ട് നമുക്കൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ലോങ് ടൈമിലേക്ക് നമുക്കൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇൻവെസ്റ്റ്മെന്റ്. അതാണ് അതിനകത്ത് പെടുന്നതാണ് SIP, മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ പരിപാടികളല്ല ഈ പറയുന്ന പോസ്റ്റ് ഓഫീസ് സ്കീം, FD അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ്, ബോൺസ് എല്ലാം അതിനകത്ത് പെടുന്ന. ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ ട്രേഡിംഗ് വരും. അതിനകത്ത് തന്നെ സ്വിംഗ് ട്രേഡ് ഉണ്ട്, ഈ പറഞ്ഞോട്ട് ഇൻട്രാഡേ ഉണ്ട്, ഡെയിലി ട്രേഡ് ഉണ്ട്. സ്വിംഗ് ട്രേഡ് എന്ന് വെച്ചാൽ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ഒക്കെ എടുത്ത് വെക്കാം. പിന്നെ ഈ പറഞ്ഞോട്ട് ലോങ് ടേം, അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പരിപാടിയിലോട്ട് പോകും. അങ്ങനെ ചെയ്യാം. ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാം. അങ്ങനെ അല്ലെ റീലിൽ കാണുന്ന ഈ ഒരു മോണിറ്റർ തുറന്നു വെച്ചാൽ അതിന്റെ മുകളിൽ ഇങ്ങനെ ഗ്രാഫ് നോക്കിയിട്ട് അത് എന്ത് ടൈപ്പ് ഓഫ് ട്രേഡ്? യെസ്, അത് ഇൻട്രാഡേ ചെയ്യുന്നവരുണ്ട്. ഡെയിലി നോക്കി ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് കുറെ കാര്യം ഗ്രാഫ് നോക്കി അങ്ങനൊന്നും അല്ല. ടെക്നിക്കൽസ് ഉണ്ട്, അതിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ്, ബേസിക് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റും. ന്യൂസുകളുണ്ട്, ബേസിക് പഠിക്കണം. വെറുതെ കയറി നമുക്കൊരു ബ്രോക്കറിൽ പോയിട്ട് വാങ്ങി വിൽക്കാൻ നോക്കി കഴിഞ്ഞാൽ വാഷ് ഔട്ട്, പോയി ഫണ്ട് പോയി. വെറുതെ പറ്റില്ല. അല്ല, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും ഫണ്ട് പോകില്ല എന്നുള്ള സ്കീം ഏതൊക്കെയുള്ളൂ? അതായത് ഒരിക്കലും പോകില്ല, എത്ര ഡൗൺ ആയാലും പോകത്തില്ല. മാർക്കറ്റ് റിസ്ക് ഉണ്ട്, എല്ലാത്തിലും മാർക്കറ്റ് റിസ്ക് ഉണ്ട്. ഈവൻ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ പോലും ബാങ്ക് പൊട്ടിയാ പോയില്ലേ? അത് 5 ലക്ഷം രൂപയല്ലേ RBI ഇൻഷുർ ചെയ്യുന്നുള്ളൂ. അതിന്റെ മുകളിലോട്ട് വന്ന എമൗണ്ട് ബാങ്ക് പൊട്ടിയാൽ തീർന്നു. സോ ഒന്നും അത്ര സേഫ് അല്ല. ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും അത്ര സേഫ് അല്ല. പിന്നെ മാർക്കറ്റ് റിസ്ക് ഉണ്ട്. ഇപ്പൊ ഇന്ത്യ പോലത്തെ ഒരു എക്കണോമിയെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ വളരുമെങ്കിൽ ഒബ്വിയസ്ലി ഈ സാധനങ്ങളെല്ലാം വളരും. അപ്പൊ അത്ര മാത്രം നോക്കിയാൽ ഇതിന്റെ താഴോട്ട് പോകാനുള്ളത് ഇപ്പം പൊളിറ്റിക്സ് കാരണമാകാം,
അല്ലെങ്കിൽ വേറെ എന്താ നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടായാൽ പറ്റും. വാർ വന്നപ്പോ ഉറപ്പായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും. എലക്ഷൻസ് നല്ല രീതിയിൽ ഇത് ചെയ്യും. ഇപ്പൊ ഉള്ള പാർട്ടി ജയിച്ചാൽ മാത്രമേ കേറൂ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ? അത് ചില കമ്പനികൾ മാത്രം അങ്ങനെ അതങ്ങനെ പെർഫോം ചെയ്യും. സിനിമയിലെ കാണുന്ന ആ പാർട്ടി ഫണ്ട് ചെയ്യുന്ന കമ്പനീസ് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലാതെ മേ ബി ഇപ്പൊ ഒരു ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ ഒരു 10 വർഷത്തേക്ക് 20 വർഷത്തേക്ക് നോക്കുമ്പോൾ ഉറപ്പായിട്ടും മുകളിലോട്ട് തന്നെ പോകും. താഴോട്ട് പോവില്ല, ചാൻസ് കുറവാണ്. ഓക്കെ, ഇപ്പം ഫിനാൻസ് കണ്ടന്റ് ആണല്ലോ ഇടുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന ഓഡിയൻസിന് വേണ്ടിയും ഒരു ബേസിക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു ഓഡിയൻസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്ന ആഗ്രഹം ഉള്ളിലുണ്ട്, പക്ഷെ ഒരു കുന്തം അറിയില്ല. അങ്ങനെയെങ്കിൽ ബെസ്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് എന്താ? എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഏത് രീതി ചെയ്യാം? നമുക്ക് ഞാൻ എല്ലാവരോടും പറയും, ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 3-4 മ്യൂച്വൽ ഫണ്ടുകൾ. ഓക്കെ, ഒരു മൾട്ടി ക്യാപ് ഫണ്ട് വെച്ചിട്ട് നമുക്കൊരു മന്ത്ലി ഒരു ചെറിയൊരു എമൗണ്ട് നമ്മുടെ സാലറിന്നോ ബിസിനസ് ഇൻകത്തിൽ നിന്നോ മാറ്റി വെച്ചിട്ട് ഒരു ബ്രോക്കർ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി അതിനകത്തൊരു SIP സെറ്റ് ചെയ്ത് നമുക്ക് മന്ത്ലി മ്യൂച്വൽ ഫണ്ടിലോട്ട് പോകാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ടാക്കി വെക്കാൻ പറ്റും. നമ്മൾ സിമ്പിൾ സ്റ്റെപ്പ് പോലെ അടച്ചു മാറ്റും. അത് ലോങ് ടേമിലേക്ക് ക്യുമുലേറ്റ് ചെയ്ത് ഈ പറഞ്ഞിട്ട് 7th വണ്ടർ ആണ് കോമ്പൗണ്ടിങ്. അതാണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ സംഭവിക്കുന്നത്. നമ്മൾ ഒന്നുമില്ല. സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പൈസ അടച്ചില്ലെങ്കിൽ പലിശ കയറില്ലേ? ഇതിന്റെ തന്നെ ഓപ്പോസിറ്റ്. നമ്മുടെ പൈസ അവിടെ കിടന്ന് ക്യുമുലേറ്റ് ചെയ്ത് വളരുന്നു, പൈസയുടെ മണ്ടയ്ക്ക് പൈസ ഉണ്ടാക്കുന്നു, പൈസ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നു. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് FD യുടെ കേസിൽ ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ FD ജസ്റ്റ് നമ്മളിപ്പോ ഒരു 10 ലക്ഷം രൂപ FD ഇട്ടു, ഒരു വർഷം കഴിയുമ്പോൾ 7% ഇൻട്രസ്റ്റ് വെച്ചിട്ട് കിട്ടും. ഒരു 70,000 റുപ്പീസ് ഒരു വർഷം കഴിയുമ്പോൾ കിട്ടും. ഇതിന്റെ കേസിൽ അത് ഡബിൾ ആവും. എത്ര ഇൻട്രസ്റ്റ്? 14% മ്യൂച്വൽ ഫണ്ടിൽ കിട്ടും. അത് നമ്മൾ മന്ത്ലി 12 to 14% നമുക്ക് കിട്ടും. CAGR ആനുവലി CAGR നമുക്ക് റിട്ടേൺസ് കിട്ടും. മ്യൂച്വൽ ഫണ്ട് അപ്പൊ നമ്മൾ മന്ത്ലി ആണ് അടയ്ക്കേണ്ടത്. മന്ത്ലി നമുക്ക് അടയ്ക്കാം. ലംസമായിട്ട് ഒറ്റയടിക്ക് 1 ലക്ഷം 2 ലക്ഷം 10 ലക്ഷം FD ഇടുന്നതിന്റെ കൂട്ടിടാം. എന്റെ ഇപ്പൊ 5 ലക്ഷം രൂപ ഉണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് FD അല്ല മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു 2 വർഷത്തേക്ക് ഇടുന്നത്. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര രൂപ കിട്ടും? അത് ഡിപ്പെൻസ്. അത് നമുക്ക് ഒരിക്കലും ഡിപ്പെൻസ്. ആ മ്യൂച്വൽ ഫണ്ട് ഹൗസ് മിനിമം നമ്മുടെ ഇന്ത്യയിൽ വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു 12 to 14% ഒക്കെ എന്തായാലും കിട്ടും. എത്രയൊക്കെ ഡൗൺഫോൾ വന്നാലും നമ്മൾ ഇട്ട 5 ലക്ഷം രൂപ തിരിച്ചു കിട്ടുമോ? മേ ബി കിട്ടിയേക്കാം. ഇപ്പൊ വാർ പോലത്തെ ഒരു കേസ് വരുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് അന്ന് എടുത്തില്ലെങ്കിൽ അത് അവിടെ കിടക്കത്തില്ലേ? അവിടെ കിടക്കും. അതാണ് പറഞ്ഞത്. ഇപ്പൊ ലോസ് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മളത് വിഡ്രോ ചെയ്യണം. ഇല്ലെങ്കിൽ അത് ലോസ് അല്ല, തിരിച്ചു കയറാമല്ലോ. തിരിച്ചു കയറി കഴിഞ്ഞാൽ അത് ലോസ് അല്ലല്ലോ. തിരിച്ചു വന്ന് അടിച്ചാലും ആ 5 ലക്ഷത്തിൽ തന്നെ വന്ന് നിൽക്കുമല്ലോ. അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 5 ലക്ഷം എടുത്തില്ലെങ്കിൽ എടുക്കുന്നില്ല. വാറും കഴിഞ്ഞ് പ്രളയം കഴിഞ്ഞ് അങ്ങ് പോവാ. എന്നിട്ട് പിന്നെയും ഏതോ ഒരു നല്ല കാലത്ത് നമ്മൾ എടുക്കാന്ന് വിചാരിച്ചിരിക്കുക. അപ്പൊ വലിയ കയറ്റമൊന്നും ഇല്ലെങ്കിൽ 5,50,000 ഉള്ളെങ്കിൽ അത് അങ്ങനെ കിട്ടും. അപ്പൊ നമ്മൾ എടുക്കുന്ന ടൈം അനുസരിച്ചിരിക്കും. കാരണം ഇപ്പൊ പോയിട്ട് ലോസ് ഉള്ള ഒരു സമയത്ത് പോയിട്ട് ലോസ് അത് ബുക്ക് ചെയ്യുവാണെങ്കിൽ വിഡ്രോ അടിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി അത് ലോസിലായിരിക്കുമല്ലോ. അപ്പൊ നല്ല കാലത്ത് മാത്രമേ നോക്കിയാൽ മതി. ഇപ്പൊ FD ഇടുവാണെങ്കിൽ തന്നെ നമ്മൾ അതിന്റെ ലോക്കിംഗ് പീരീഡിന് മുന്നേ എടുക്കുവാണെങ്കിൽ പെനാൽറ്റി കിട്ടില്ലേ? റിട്ടേൺസ് മൊത്തം കിട്ടില്ല. സെയിം രീതിയിൽ തന്നെ അത്രേ ഉള്ളൂ. നല്ല കാലത്ത് എടുക്കുക. സമയം വരുമ്പോ എടുക്കാൻ പറ്റാതിരിക്കുക. ആരും എടുക്കില്ല, അങ്ങനെ എടുക്കില്ല. അപ്പൊ ഇനി ഇവിടെ കുറച്ചേരം ഇരിക്കാം. ഹാളിൽ വന്നു, നമ്മൾ ലൊക്കേഷൻ മാറി മാറി കളിക്കുകയാണ്. ഇപ്പൊ എത്ര വയസ്സുണ്ട് ആക്ച്വലി? എത്ര തോന്നിക്കും? എന്തായാലും എന്നെക്കാട്ടി മൂത്തതറിയാം. 24. അപ്പോ ഒരു 18ാമത്തെ വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണ്. അപ്പൊ ഒരു 4, 5, 6, 7 വർഷം കഴിഞ്ഞു. അപ്പൊ ഇപ്പോഴും ട്രേഡിങ് ചെയ്യുന്നുണ്ടോ? ഇപ്പം ഞാൻ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് ചെയ്യുന്നത്. എനിക്ക് ഡെയിലി ടൈം കിട്ടാറില്ല ട്രേഡ് ചെയ്യാനുള്ളൊരു. അതൊരു പീസ്ഫുൾ മൈൻഡിൽ ഇരുന്ന് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്. അല്ലെങ്കിൽ നമ്മൾ ഓവർ ട്രേഡ് ചെയ്യും. അങ്ങനെ തന്നെ എനിക്ക് കുറേ ലോസുകൾ ഉണ്ടായിട്ടുണ്ട്. സോ ഞാൻ ഇപ്പോൾ ലിമിറ്റ് ചെയ്യുന്നു. സ്വിംഗ് ട്രേഡ് ചിലപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ സ്വിംഗ് ട്രേഡ് എടുക്കും. അതർവൈസ് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാവരും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. അതായത് ഇപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ലോങ് ടൈമിൽ ഇട്ടിട്ട് അത് പണിയെടുത്തോളും. മന്ത്ലി SIP ചെയ്യുന്നുണ്ട്. ഒരു ഹ്യൂജ് എമൗണ്ട് ഒരു കോമ്പൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു എമൗണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ SIP നമുക്ക് ഒബ്വിയസ്ലി കിട്ടുന്ന എമൗണ്ടിനകത്തുനിന്ന് ഒരു ശതമാനം, നല്ലൊരു ശതമാനം ഞാൻ ഈ പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഒബ്വിയസ്ലി ഞാൻ കുറച്ച് റിസ്ക് ആയിട്ടുള്ള സാധനങ്ങളിൽ തന്നെ ചെയ്യാറുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റ് സ്റ്റോക്ക് ചെയ്യും. ബിക്കോസ് ഈ ഒരു പ്രായം എന്നൊക്കെ പറയുന്നത് നമുക്ക് റിസ്ക് എടുക്കാം. പ്രായം കൂടുന്നതനുസരിച്ച് പതുക്കെ ആ പോർട്ട്ഫോളിയോ റിസ്ക് കുറച്ച് വരാം. സ്മോൾ ക്യാപ് കമ്പനീസിലൊക്കെ കണ്ടമാനം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് റിസ്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ ഭാവി പരിപാടികൾ? ഒരു ചെറിയൊരു പരിപാടി, ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ ഒരു ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി വർക്കൗട്ട് ആവും. കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ. പിന്നെ എനിക്കൊരു ഫൈനാൻസ് കോഴ്സ് ലോഞ്ച് ചെയ്യണമെന്നുണ്ട്. നല്ലൊരു അടിപൊളി ഫൈനാൻസ് കോഴ്സ്. അപ്പോൾ അത് ഓഡിയൻസിന് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ സാലറി മാനേജ്മെന്റ്, അല്ലെങ്കിൽ കിട്ടുന്ന പൈസ എങ്ങനെ വിനിയോഗിക്കാം, മ്യൂച്വൽ ഫണ്ട്സ്, ടാക്സ് പ്ലാനിങ്, അതുപോലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒരു അടിപൊളി ഒരു സാധനം. ഒരു റൂൾ ഇല്ലേ പറഞ്ഞ പോലെ 10:5
5:3 എത്ര ഈ ഒരു സാലറിന്ന് ഇത്ര ശതമാനം ലോണ് പോവാവും, ഇത്ര ശതമാനമേ സേവ് ചെയ്യണം, 20% സേവ് ചെയ്യണം, അങ്ങനെ സാധനം. അത് വിശ്വസിക്കുന്നുണ്ടോ? ഓബ്വിയസ്ലി. കാരണം നമ്മൾ അതല്ലാതെ നമ്മളിപ്പം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു 60-70% എടുത്തിട്ട് നമ്മുടെ നീഡ്സിനും വാണ്ട്സിനും വേണ്ടിയിട്ട് പൊട്ടിച്ചാൽ നമ്മൾ പെടും. എത്ര റേഷ്യോ എത്ര? 50-30-20 റൂൾ. അത് പറയുമ്പോൾ നമുക്ക് വരുന്ന വരുമാനത്തിന്റെ ഒരു 50% നമ്മുടെ നീഡ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നമ്മുടെ വീട്, റെന്റ്, കാര്യങ്ങൾ, ഡ്രസ്സ്, ഫുഡ്, സംഭവങ്ങളൊക്കെ. ബാക്കിയുള്ളത് വാണ്ട്സ്, എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ, ഒരു ഐഫോണോ, ഒരു മൊബൈൽ, എന്തെങ്കിലും ഒരു സ്മാർട്ട്, ഒരു ഗാഡ്ജറ്റോ, അങ്ങനെയൊക്കെ ഉള്ളതിന് നമുക്ക് ഇഫ് നീഡഡ് നമ്മുടെ നീഡിന് വേണ്ടി ഉപയോഗിക്കാം. ബാക്കിയുള്ള 20 എന്ന് പറയുമ്പോൾ സേവിങ്സ്, എന്തായാലും സേവിങ്സ് ചെയ്യണം. അതാണ് നമുക്കൊന്നും പറ്റാതെ, പ്രത്യേകിച്ച് എനിക്കൊന്നും പറ്റാതെ. ഒരു ഇച്ചിരി പാടായിരിക്കും, ശരിയാ. പക്ഷെ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും അത് നമ്മൾ ചെയ്യണം. അതൊരു നമ്മളൊരു സെറ്റപ്പ്. അതാ ഞാൻ പറഞ്ഞ ഒരു SIP പോലത്തെ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചാൽ മന്ത്ലി അത് കട്ടായി പോകും. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി സാലറി ഡേയുടെ ഒരു ഡേ പ്ലസ് വെക്കണം. അപ്പോൾ കൃത്യമായിട്ട് സാലറി നമ്മൾ എടുക്കുന്നതിന് മുന്നേ ആ പൈസ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കയറി അത് വിഡ്രോ ചെയ്യണം. അങ്ങനെ ആരും ചെയ്യാതിരിക്കുക. ചെയ്യാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഒരു നോർമൽ ഒരു 25,000 അല്ലെങ്കിൽ ഒരു 30,000 റുപ്പീസ് സാലറി ഉള്ള ഒരു നോർമൽ ഒരു പേഴ്സൺ, അങ്ങനെയാണെങ്കിൽ ആ പുള്ളിക്ക് എങ്ങനെ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റില് ഈ പറയുന്ന ഒരു നല്ലൊരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒറ്റയടിക്ക് പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ നിന്നാണെങ്കിലും ഒരു സാധനത്തിൽ നമുക്ക് അതൊക്കെ അങ്ങനെയൊക്കെ ഓഫർ ചെയ്ത് വരുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരാണ്. അതിലൊന്നും പോയി ചാടാതിരിക്കുക ആരും. കാരണം അങ്ങനൊന്നും ഒരിക്കലും പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. വിത്ത് ടൈം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എല്ലാത്തിനും കുറച്ച് ടൈമുണ്ട്. ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് റിട്ടേൺസ് ഒന്നും തരില്ല. മിനിമം ഒരു 1 or 2-3 years ഒക്കെ വെയിറ്റ് ചെയ്താൽ അതിനകത്ത് റിട്ടേൺസ് കിട്ടും. ഈവൻ ട്രേഡിങ്ങിലാണെങ്കിൽ പോലും അങ്ങനെ നമുക്കൊരു ഒറ്റ നൈറ്റ് കൊണ്ട് നമുക്ക് കോടീശ്വരൻ ആകാൻ പറ്റില്ല, സിനിമ പോലെ. അത് നടക്കില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഈ പറഞ്ഞ കൂട്ട് തന്നെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞിട്ട് ഒരിക്കലും കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ മുഴുവൻ പൈസ ഇൻവെസ്റ്റ്. ഇപ്പൊ ഈ പറഞ്ഞിട്ട് സാലറി 25,000-30,000 സാലറിക്കാരൻ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ മേ ബി അയാൾക്ക് പേടി കാണും, അല്ലെങ്കിൽ അതിനകത്ത് റിസ്ക് കാണും. സോ ഈവൻ ആ പുള്ളിക്ക് വേറെ ഇൻസ്ട്രുമെന്റ്സ്, ഇപ്പോൾ ഡിബെഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് ബോൺസ്, ഡിബെഞ്ചേഴ്സ്, അങ്ങനെ പോസ്റ്റ് ഓഫീസ് സ്കീമുകളുണ്ട്, അങ്ങനെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്തൊക്കെ 10%, 9% കുറയും, റിസ്ക് കുറയും. പെർസെൻറ്റേജ് കൂടുമ്പോൾ റിസ്ക്കും കൂടും. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ആ പൈസ ഡിവൈഡ് ചെയ്തിട്ട് പകുതി മ്യൂച്വൽ ഫണ്ട് SIP വിടാം, പകുതി അല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ വിത്ത് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഒരു നല്ല മോശമില്ലാത്തൊരു എമൗണ്ട് കിട്ടും. ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഫോണിൽ SIP കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയി അടിക്കുക. ഒരു 5,000 വെച്ച് മന്ത്ലി ഒരു 10 വർഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് അതിനകത്ത് കോമ്പൗണ്ടിങ്ങിന്റെ ഒരു പവർ മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ പെർസെൻറ്റേജ് കണ്ടാൽ നമ്മൾ ഞെട്ടും. എത്രയോ വലുതായിരിക്കും നമുക്ക് കിട്ടുന്നത് വിത്ത് ഇയർ. മേ ബി ഇപ്പൊ ഇന്ത്യ നല്ല രീതിയിലൊരു ഭൂമിയിലേക്ക് പോവാ, നമുക്ക് നല്ലൊരു കുറെ ഫോറിൻ സംഭവങ്ങളൊക്കെ വന്നു, കുറെ ഇൻവെസ്റ്റ്മെന്റ്, ഈ പറഞ്ഞ ഡെവലപ്മെന്റ് വന്നു. ഈ കമ്പനികളെല്ലാം വളരെയല്ലേ, അത്ര റിട്ടേൺസ് അല്ലേ ജനറേറ്റ് ചെയ്യുന്നത്. ശരിയാ. 2025 ഞാൻ മെയിൻലി കണ്ടേക്കുന്ന മിഡിൽ ക്ലാസ് ആൾക്കാരെല്ലാം മെയിൻലി അവരുടെ ഒരു സാലറിയുടെ ഒരു ശതമാനം പോകുന്നത് ചിട്ടികളിലാണ്. പ്രത്യേകിച്ച് മലയാളികളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിട്ടിയിലോട്ടാണ്. അപ്പോൾ ഒരു മന്ത്ലി അവരുടെ ഒരു അങ്ങ് പൊക്കോളുമല്ലോ. ഇപ്പം 10 ലക്ഷം രൂപയുടെ ചിട്ടി, 5 ലക്ഷം രൂപയുടെ ചിട്ടിയായിട്ട്. അപ്പോൾ 2025 ചിട്ടിയിൽ ഇതുപോലെ പൈസ അടയ്ക്കുന്നതാണോ, അതുപോലെ അല്ലെങ്കിൽ ഒരു SIP തുടങ്ങി ഇതുപോലെ ചെയ്യുന്നതാണോ? SIP 100% ആണ്. ചിട്ടി നമ്മളത് കറക്റ്റ് കാൽക്കുലേഷനിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിട്ടി നടത്തുന്നവരല്ല. പക്ഷെ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് അറിഞ്ഞിരുന്നു. ചിട്ടി മോശമാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഈ പറഞ്ഞിട്ട് അത് കറക്റ്റ് കാൽക്കുലേഷനിൽ നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ അത്ര ബെനിഫിഷ്യൽ ഒന്നും അല്ല, ഒട്ടുമല്ല. നമുക്ക് ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ചിട്ടി എടുക്കാം. 1 ലക്ഷം രൂപയുടെ ചിട്ടി 5 വർഷത്തേക്കാന്ന് വെച്ചോ, 2,500 രൂപ വെച്ച് മാസം അടയ്ക്കണം. അതാണ് അതിന്റെ അടവ്. ഓക്കെ, ചിട്ടി ഉള്ളതുകൊണ്ട് പറയാം. ഓക്കെ, അപ്പൊ 2,500 വെച്ച് 5 വർഷം അടയ്ക്കുമ്പോഴത്തേക്ക് 1 ലക്ഷം രൂപയായി. അപ്പൊ നമ്മൾ അടച്ചു വരുമ്പോഴത്തേക്ക് 1 ലക്ഷം രൂപ അടയ്ക്കുന്നില്ല, ഒരു 90,000 സംതിങ് ആയിരിക്കും വരുന്നത്. ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും, ബാങ്കിന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ പിടിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഒരു 2 വർഷത്തിനുള്ളിൽ നമുക്ക് നറുക്കിട്ട് കുറി വീണ് കിട്ടിയെന്ന് വെച്ചോ, 75,000 കിട്ടാം, മിനിമം 75,000 കിട്ടും. അല്ലെങ്കിൽ ഒരു നമ്മൾ ലേലം വിളിച്ചൊരു 95,000 രൂപയ്ക്ക് ചിട്ടി കിട്ടുന്ന വെച്ചോ, അങ്ങനെയെങ്കിൽ 95,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടുക. അതെടുത്ത് FD ഇട്ടു, ബാക്കിയുള്ള 3 വർഷത്തേക്ക് നമ്മൾ FD ഇട്ടു. അപ്പൊ അതിന്റെ ഒരു ഇൻട്രസ്റ്റ് പ്ലസ് നമ്മൾ അടച്ചു തീരുന്ന എത്ര, 1 ലക്ഷം രൂപയുടെ ചിട്ടി നമ്മൾ ശരിക്കും അടയ്ക്കുന്നത് ഒരു 90,000 രൂപയുള്ളതെന്ന് വെച്ചോ. അപ്പൊ അതിന്റെ ഒരു ലാഭം ഉണ്ടല്ലോ, 10-25,000 രൂപ ലാഭം കിട്ടിയെന്ന് വെച്ചോ. അതാണ് ചിട്ടിയുടെ ഒരു പരിപാടി. അപ്പൊ ഈ SIPയുടെ കേസ് വരുമ്പോൾ 5 വർഷത്തേക്ക് 1 ലക്ഷം രൂപ എത്ര ആവുമായിരിക്കും? എങ്ങനെ പോയാലും ഇപ്പോൾ ഒരു 12 അല്ലെങ്കിൽ ഒരു 40% വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇയർ ഓൺ ഇയർ ഇപ്പോൾ 1 lakh നമ്മൾ ഈ പറഞ്ഞോട്ട് ഒറ്റയടിക്ക് ഇടുവാണോ, കോമ്പൗണ്ട് അല്ലല്ല, മാസം 2,500 വെച്ച് അടയ്ക്കും 5 വർഷത്തേക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംപ്ലി SIP കാൽക്കുലേറ്ററിൽ ഇട്ടാൻ അടിച്ചിപ്പോൾ തന്നെ നോക്കാം. SIP കാൽക്കുലേറ്റർ അവിടെ കാണിച്ചു, ഗ്രോയുടെ ആപ്ലിക്കേഷനിലെ SIP കാൽക്കുലേറ്ററാണ് യൂസ് ചെയ്യുന്നത്. കണ്ടല്ലോ, SIP 25,000 രൂപ വേണ്ട പോട്ടെ, ഒരു മന്ത്ലി 25,000 രൂപ കിട്ടുന്ന ഒരാൾക്ക് 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. മിനിമം 5,000 രൂപ, ഒരു 12% മിനിമം റിട്ടേൺസ് വെക്കാം. ഒരു 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 6 ലക്ഷം. എസ്റ്റിമേറ്റഡ് റിട്ടേൺസ് എന്ന് പറയുന്നത് തന്നെ 5,20,000. ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 11,20,000. 10 വർഷം കൊണ്ട്. ഇതിപ്പോ ഈ 12% അല്ല, ഈ 10 വർഷം കൊണ്ട് നമുക്ക് ഒരു മിനിമം ഇനി എൻ്റെ ഒരു കണക്കിൽ ഒരു 18% വെക്കാം. അങ്ങനെ വന്നാൽ ടോട്ടൽ വാല്യൂ 15 ലക്ഷം. ഒരു 6 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. മന്ത്ലി ഒരു 5,000 രൂപ അടച്ചു കഴിഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ 15 ലക്ഷം രൂപ കിട്ടി. യെസ്, ഇതാണ് SIPയുടെ കോമ്പൗണ്ടിങ്ങിന്റെ ഒരു പവർ. ഇത് പറയാൻ തുടങ്ങി ഇങ്ങനെ അങ്ങ് പോകും. എക്സാക്ട്ലി. അല്ല, കുറെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആയിരിക്കും. എക്സാക്ട്ലി. ഇത് പഠിക്കണമെന്നില്ല, SIP ഒക്കെ ചെയ്യാൻ പഠിക്കണമെന്നില്ല, നമുക്ക് ആർക്കും വേണമെങ്കിലും ചെയ്യാം. യെസ്, ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. എന്തെങ്കിലുമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം, ഈ ഒരു എപ്പിസോഡ്. ഇനി അടുത്ത എപ്പിസോഡ് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ഫീൽഡ് ആയിരിക്കും. വണ്ടി കഥകളൊക്കെ പറഞ്ഞ്, വണ്ടി വിശേഷങ്ങളൊക്കെ പറഞ്ഞ്, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 2 വാഹനങ്ങൾ മേടിച്ചു, അതിന്റെ വിശേഷങ്ങൾ നമുക്ക് അറിയാം. സോ അടുത്തൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എൻഡ് ചെയ്യുമ്പോൾ ഇവിടെ കാണാം, ഇവിടെ. അപ്പൊ അതിലേക്ക് ബൈ.